ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി നമ്മൾ വർക്കിന് ആയിട്ടുണ്ട്. മെയിനായിട്ട് നമുക്ക് പറഞ്ഞത് ജനറൽ സർവീസ്, പിന്നെ ഫ്രണ്ടിലത്തെ ഇൻഡിക്കേറ്ററിൻ്റെ ഗ്ലാസ് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് പിടിപ്പിക്കണം. ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞത്. അപ്പോൾ പീരിയോഡിക് സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ കാര്യങ്ങൾ നോക്കി, കമ്പനി ലൈനർ കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ്. അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റാക്കി എടുക്കാം. ലൈനർ ഉണ്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അതേപോലെ സ്പോക്കൻ്റെ ബെയറിംഗ് സെറ്റൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതേപോലെ ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ നോക്കി, ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ഹബ്ബ്, വീൽ ബെയറിങ് അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത്, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട്. എയർ ഫിൽറ്റർ നമുക്ക് ഇതൊന്നും ഉള്ളത് പുതിയ ഫിൽറ്ററാണ്, വലിയ പഴക്കമായിട്ടില്ല, കമ്പനി ഫിൽറ്റർ തന്നെ കിടക്കണേ. അപ്പോൾ അതൊന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. ബാറ്ററി ആണെങ്കിലും പുതിയ ബാറ്ററി ഇരിക്കണേ, 2025 ബാറ്ററിയാണ്. ആംബറിൻ്റെ ബാറ്ററി 12 വോൾട്ട് 7 ആംപിയർ ബാറ്ററി. വോൾട്ട് ചെക്ക് ചെയ്ത് 13 വോൾട്ട് വരെ കിട്ടുന്നുണ്ട്. പിന്നെ ചെയിൻ ചെറിയ ലൂസ് ഉണ്ട്, അത് നമുക്ക് ടൈറ്റ് ചെയ്തിടാം. അതേപോലെ തന്നെ നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ എൻജിൻ ഓയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തായിരുന്നു. ഓയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഓയിൽ ലെവൽ കുറവോ കാര്യങ്ങളൊന്നുമില്ല, ലെവലുണ്ട്. കളർ ഒരുവിധം കളർ ചേഞ്ചിലേക്ക് വന്നിട്ടുണ്ട്, പക്ഷേ കിലോമീറ്റർ ആയിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ആയിട്ട് ചെയ്താൽ മതി. ഓയിൽ ചെക്ക് ചെയ്തിരുന്നു, ലെവലുണ്ട് കാര്യങ്ങൾ കേട്ടോ. പിന്നെ അതേപോലെ സ്പാർക്ക് പ്ലഗൊക്കെ നയിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്ക് പാഡ് സെറ്റൊക്കെ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് പാഡൊക്കെ ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ ബ്രേക്കിൻ്റെ ഈ കാലിപ്പറിൻ്റെ ബ്രാക്കറ്റ് ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് അഴിച്ച് ഈ സൈഡൊക്കെ തുരുമ്പ് പോലെ ആയി തുടങ്ങി. അപ്പോൾ അതൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ടയർ ഫുള്ള് തീർന്ന് നിൽക്കണം കേട്ടോ. ഈ സെൻറ്റർ ഭാഗം ഒട്ടും എടുത്തില്ല, അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കാം. ബാക്കിലെ ടയർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ഷോക്കിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി, ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല, ആക്ഷനൊക്കെ ഓക്കെയാണ്. ബാക്കിലത്തെ മോണോ ഷോക്ക് ആണെങ്കിലും ഓക്കെയാണ്. കോൺസെൻറ്റിൻ്റെ ഭാഗം ചെറിയൊരു ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ തൽക്കാലം നമ്മളത് സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ ഗ്ലാസ് സൈഡ് പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് സ്ക്രൂഡ് സെപ്പറേറ്റ് ഒരു വാഷ് എടുത്ത് പിടിപ്പിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ ഈ വൈസറിൻ്റെ ഈ ഭാഗത്ത് ഇവിടെ കാണുന്നത് ഒരു പൊട്ടലാണ്. ഈ സൈഡ് കേട്ടോ, ഈ സൈഡ് ഇങ്ങനെ പൊട്ടിയിരിക്കുന്നുണ്ട് ഈ ഭാഗത്തായിട്ട്. തൽക്കാലം അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കൊരു റബ്ബറിൻ്റെ പീസ് എന്തെങ്കിലും വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ അതിനകത്ത് ഈ മീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ പാർക്ക് ബൾബ്, അതായത് നൈറ്റ് നമ്മൾ റൈഡ് ചെയ്യുന്ന സമയത്ത് ഡിസ്പ്ലേ കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ബൾബ് ഒരെണ്ണം പോയി കിടക്കുന്നുണ്ട്, അതും കൂടി കൂട്ടത്തിൽ കൂടെ അഴിച്ച് മാറ്റിയേക്കാം. പിന്നെ കേബിളുകൾ, ചോക്ക് കേബിൾ, ആക്സിലേറ്റർ കേബിളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു, ഓക്കെയാണ്. പിന്നെ ഇൻഡിക്കേറ്റർ, ഹോണ്, അതേപോലെ തന്നെ ബാക്കിലത്തെ ബ്രേക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കൂട്ടത്തിൽ കൂടെ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ. അവിടെ കംപ്ലീറ്റ് ആക്കിയുമ്പോൾ കോൺടാക്ട് ചെയ്യാം. ഏകദേശം ഒരു 6:30 ആവും തീരുമ്പോഴത്തേക്ക്. ഓക്കെ.